Dears, welcome to WeSchool. In this session, we are dealing with an important area is related to surety. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കൊരാളോട് ഒരു ഷുവറായ ഒരു കാര്യം ചെയ്യണമെന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലോക ഭാഷയാണ്. ഇറ്റ്സ് എ വേൾഡ് ലാംഗ്വേജ്. ബട്ട് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഈസിയായ കാര്യമാണ്. പക്ഷേ അതിനേക്കാളും അപ്പുറത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മനോഹരമായ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഡീലിംഗ്, നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഷുവർട്ടിയുമായി ബന്ധപ്പെടുത്തി ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് എങ്ങനെയാണോ, അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് പറയേണ്ടത് എന്നൊക്കെയാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് ഒരു ഭാഷയാണെങ്കിൽ ഏതൊരു ഭാഷയെ പോലെയും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അതിന് ആദ്യമുള്ള മാതൃക എന്ന് പറയുന്നത്, അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ആ ഭാഷ കേൾക്കുക എന്ന് തന്നെയാണ്. ഏതൊരുവനാണോ ഏതൊരു വ്യക്തിയാണോ ഒരു ഭാഷ കേൾക്കുന്നത്, ആ ഭാഷയായിരിക്കും അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുകയല്ല, മറിച്ച് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. സോ ഓട്ടോമാറ്റിക്കലി യു സ്പീക്ക് ദാറ്റ് ലാംഗ്വേജ് മീൻസ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് തന്നെ പറയാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളോട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പറയണമായിരുന്നു, പ്ലീസ് വേക്കപ്പ്, പ്ലീസ് വേക്കപ്പ്, അല്ലേ? സോ ബ്രഷ് യുവർ ടീത്ത്, ടേക്ക് ബാത്സ്, അല്ലേ? വിയർ യൂണിഫോം, wear shoes, go to your classes and attend the classes carefully. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറയുമായിരുന്നു? ഇംഗ്ലീഷ് പറയുമായിരുന്നു. അതുകൊണ്ട് ഇത് മാത്സ് പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ളൊരു മെത്തേഡോ സിദ്ധാന്തങ്ങളോ ഒന്നുമില്ല. സോ ജസ്റ്റ് ലിസൺ ദിസ് ലാംഗ്വേജ്, ദെൻ അത് നിങ്ങളുടെ ഹാബിറ്റ് ആവും. ദ ഹാബിറ്റ്സ് മേക്സ് യു പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് എന്താണ്? ഷുവർട്ട്. സോ ഹിയർ ഇംഗ്ലീഷ് ഈസ് ഹിയർ ടു സ്പീക്ക് വിതൗട്ട് ഫിയർ. യാതൊരു ഫിയറും കൂടാതെ നമുക്ക് പറയണം, അടിപൊളിയായിട്ട് പറയണം, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയണം, നല്ല ക്ലിയർ ആയിട്ട് പറയണം, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയണം. അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ടു WeSchool. സോ ഡ്യൂട്ടി. എന്താ ഡ്യൂട്ടി? നമ്മുടെ കടമകൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ ഓഫീസ്, ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്, ആ ടൈമിംഗ് ഉണ്ട്. കൃത്യസമയത്ത് വരിക, അല്ലേ? ആ ജോലിയിൽ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലേ? അത് പറയാനായിട്ട്, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അത് ഡിനോട്ട് ചെയ്യാനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിലേക്ക് നമുക്ക് പോകാം. പിന്നെയോ അടുത്തൊരു പോയിന്റ് ഉണ്ടോ? ഷുവർട്ടി. എന്താ ഷുവർട്ടി? മീൻസ് ഉറപ്പുള്ള കാര്യം. നിങ്ങളത് ചെയ്യണം, നിങ്ങളവിടെ പോകണം, നിങ്ങളത് എടുക്കണം, നിങ്ങളത് വായിക്കണം, നിങ്ങൾ എഴുതണം, അല്ലേ? നിങ്ങൾ അവരോടൊപ്പം യാത്ര ചെയ്യണം, നിങ്ങൾ കൃത്യം 10 മണിക്ക് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഈ പറയുന്ന ഷുവർട്ടി, അതുപോലെ തന്നെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെടുത്തിയ ഒരു പോയിന്റാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഹിയർ ഇറ്റ്സ് എ ഫോം. ഇതൊരു ഫോമാണ്. സോ അത് നമുക്ക് പേഴ്സൺ. ആ പേഴ്സൺ ആരുമാവാം, ഞാനാവാം, നിങ്ങളാവാം, നമ്മുടെ സുഹൃത്തുക്കളാവാം. ആ പേഴ്സൺ ഒരാളെ ഉള്ളൂ എങ്കിൽ ഹാസ് ടു. ആ പേഴ്സൺ എന്ന് പറയുന്നിടത്ത് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ ഹാവ് ടു. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഐ എന്ന് പറയുന്നതും അതുപോലെ യു എന്ന് പറയുന്നതും കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ടു മാത്രമേ പറയൂ. ഇതാണ് ഹാവ് ടു. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വന്നേക്കാം, ഐ ഒരാളല്ലേ ഉള്ളൂ, യു ഒരാളല്ലേ ഉള്ളൂ. ശരിയാണ്, യു ഒരാളായിട്ടും പറയാം, നിങ്ങൾ എല്ലാവരെയും ചേർത്തും യു എന്ന് പറയാം. ഐ പക്ഷെ ഒരാളേ ഉള്ളൂ. പക്ഷെ ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും നമ്മുടെ ഇംഗ്ലീഷ് ഫോമിൽ ഹാവ് ടു മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, സോ വീണ്ടും ഞാൻ പറയുന്നു, സോ ഐ ആം റിമൈൻഡിങ് യു, വി ആർ ഡീലിംഗ് ഹൗ ടു എക്സ്പ്രസ് അവർ തോട്ട്സ്, ഹൗ ടു എക്സ്പ്രസ് അവർ ഷുവർട്ടീസ്, ഹൗ ടു എക്സ്പ്രസ് അവർ ഡ്യൂട്ടീസ്. സോ ഇതൊക്കെ പറയാൻ വി ആർ യൂസിങ് ദീസ് ഫോം. പേഴ്സൺ ആരുമാവാം, ഹാവ് ടു ഹാസ് ടു ആ പേഴ്സൺ അനുസരിച്ച് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കൂ, ആക്ഷൻ നെയിം 1.
ആക്ഷൻ നെയിം 1, ആക്ഷൻ നെയിം 2, ആക്ഷൻ നെയിം 3 എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ ആക്ഷൻ നെയിം 1. ഈ ആക്ഷൻ നെയിം 1 എന്ന് പറഞ്ഞാൽ ഗോ, കം, പ്ലേ, റൈറ്റ്, ജംപ്, ഡു, സിങ്. ഇതൊക്കെയാണ് എന്ത് ഈ ആക്ഷൻ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊരു പേഴ്സണെ കണ്ടു കാണും, മനസ്സിലല്ലേ? നിങ്ങളാവാം, ചിലപ്പോൾ ഞാനാവാം, അല്ലേ? ഞാനിവിടെ ഒരു പേഴ്സണെ കണ്ടിട്ടുണ്ട്. ദാ നോക്കൂ, യു ഹാവ് ടു ഗോ ദെയർ. നിങ്ങൾ അവിടെ പോകണം. അപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നിങ്ങൾ അവിടെ പോകണം എന്ന് പറയുന്നത്? നിങ്ങളവിടെ പോകണം. സോ യു ഹാവ് ടു ഗോ ദെയർ. നിങ്ങളത് എടുക്കണം. യു ഹാവ് ടു ടേക്ക് ഇറ്റ്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. യു ഹാവ് ടു പ്രാക്ടീസ്. So in our spoken style, we're using this method to express our duties and duties. So this pattern, this form is very helpful to speak without fear. That's very important. Okay. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ അവിടെ പോകണം, പറയണം, എടുക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, നമ്മുടെ മെത്തേഡാണ്. അത് നമ്മളിങ്ങനെ 1-2 തവണ അത് പറഞ്ഞ് ആ പ്രാക്ടീസ് മനസ്സിലിരുത്തി 1-2 തവണ ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് പറഞ്ഞിരിക്കും. ഓക്കെ, അടിപൊളിയായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കും. സോ ദിസ് ഈസ് ദ ഗ്യാരണ്ടി ഓഫ് ദിസ് സ്കൂൾ. ഓക്കെ, സോ പോയിന്റ് ഈസ് ഹിയർ, യു ഹാവ് ടു ഗോ ദെയർ. നിങ്ങൾ അവിടെ പോകണം. സോ യു ഹാവ് ടു സ്റ്റഡി വെൽ. നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, യു ഹാവ് ടു അറേഞ്ച് എ ടാക്സി ഫോർ മീ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള ആരോടെങ്കിലും പറയണം, സോ യു ഹാവ് ടു അറേഞ്ച് എ ടാക്സി ഫോർ മീ. യു ഹാവ് ടു അറേഞ്ച്. നിങ്ങൾ എന്താണ്, എനിക്ക് വേണ്ടി ടാക്സി അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടേക്ക് ഒരാളോട് നമ്മൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശം പോലെ, പക്ഷെ അവിടെയും പറയുന്നത് അറേഞ്ച് ചെയ്യണം, അത് ഉറപ്പായ കാര്യമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പോയിന്റ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. നിങ്ങൾക്ക് ഈ ടോപ്പിക് നിങ്ങൾ തീർച്ചയായിട്ടും നന്നായി മനസ്സിലാക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, യു ഹാവ് ടു റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. നിങ്ങൾ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കണം. ഓക്കെ, യു ഹാവ് ടു ഡു എക്സസൈസ് എവറി ഡേ ഫോർ യുവർ മെന്റൽ ഹെൽത്ത്, for your physical health. You have to do exercise daily or every day. This is very important. So that time you can use this form have to. So when you want to express duty and surety, so you can use this form have to and has to. But in our spoken style we can use must instead of have to and has to. ഇവിടെ must എന്ന് പറയത്തില്ലേ, അതിന് പകരമായിട്ട് പറഞ്ഞ പോയിന്റ് ആണ് ഈ have to has to. പക്ഷെ എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിൽ മസ്റ്റ് നമ്മൾ ഒരു കോമൺ ആയ ടേം ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളൊരു നല്ല പ്യൂർ ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലും എന്താണ് ഉപയോഗിക്കുക, ഹാവ് ടു ആൻഡ് ഹാസ് ടു. സോ വൈൽ യു ആർ വാച്ചിങ് ആൻ ഇംഗ്ലീഷ് മൂവി, സോ യു ക്യാൻ സീ, ഓക്കെ, യു ക്യാൻ ഹിയർ, യു ക്യാൻ ലിസൺ ദാറ്റ് ടൈപ്പ് ഓഫ് വേർഡ്സ്. ഓക്കെ, so next point, you have to manage everything. So you are the boss of this company or you are the captain of this ship, like that. So you can manage. So here you have to manage. നിങ്ങൾ തന്നെ മാനേജ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ നിങ്ങളോടുള്ളതങ്ങ് മാറ്റി ഇനി അവനോട് പറയാം. അവൻ വന്നപ്പോൾ ഉണ്ടാകുന്ന there is a change, there is a little change, there is a change is here. So the change is here. He has to revise this topic. He has to revise this topic. ഈ ടോപ്പിക് and revise ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാസ് ഹി വന്നത് കൊണ്ടാണ് ഹാസ് ടു ആഡ് ചെയ്തത്. ഓക്കെ, next point, she has to play chess. അവൾ ചെസ് കളിക്കണം. Chess is a game, very important game, അല്ലേ? So brilliant people who play chess എന്നൊക്കെ പറയുന്നത്. So here she has to play chess. അവൾ ചെസ് കളിക്കണം. Next one, he has to work, means he has to work hard. He has to work. അവൻ എന്താണ്, വർക്ക് ചെയ്യണം. So he has to finish it. She has to finish it. അവൾ ഇത് പൂർത്തീകരിക്കണം. So here have to and has to, these two words are used instead of must. In your life, day-to-day life, you must use have to and has to. This is a practice. Okay, every day you have to use this one. So have to, you have to go. So this point is used to speak. When you want to express your ideas with your parents or daughter or son or kids or friends, you can use it. ഇടയ്ക്കൊന്ന് പറയട്ടെ, നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ പൊതുവേ പലർക്കും
ചില റീജിയണിൽപ്പെട്ട ആളുകൾക്കെങ്കിലും തോന്നും ഇത് വലിയ ആളുകൾക്ക് മാത്രമേ, ഇൻ്റലിജൻ്റ് പീപ്പിൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ധാരണയുണ്ട്, അല്ലേ? അങ്ങനെയല്ല, മറിച്ച് നമ്മൾ ഈ ഗ്രാമറിലേക്കൊക്കെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ടും അങ്ങനെ ഒരു ഫിയറൊക്കെ നമ്മുടെ മനസ്സിൽ ഇരുണ്ടുകൂടിയത്. സോ അതൊന്നും നമുക്കിവിടെ വേണ്ട. നമുക്കിവിടെ വേണ്ടത് എന്താണ്? സോ പ്രാക്ടീസാണ്. അതിന് ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? സോ വി ഹാവ് ടു ലിസൺ. സോ നമ്മുടെ സ്കൂളിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് എല്ലാ പ്രോഗ്രാമിലും, അത് ബേസിക് ആവട്ടെ, ഇൻറ്റർമീഡിയറ്റ് ആവട്ടെ, അഡ്വാൻസ്ഡ് ആവട്ടെ, അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കോഴ്സാണ് കിഡൂസ്, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കോഴ്സ്. അവർ കുട്ടിക്കാലത്തെ പഠിക്കട്ടെ, അവർ നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ ശ്രമിക്കട്ടെ, അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ കോഴ്സ്. ഇതിലെല്ലാം തന്നെ നമ്മൾ ശ്രമിക്കുന്നത് സോ സർക്കംസ്റ്റാൻസ് ആണ്, സിറ്റുവേഷനാണ് ക്രിയേറ്റ്. ആ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സോ വി ആർ ട്രൈങ് ടു ഇൻട്രാക്ട്. അവിടെയൊക്കെ ഗ്രാമറിലേക്കൊന്നും പോകണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പറയും, നമ്മൾ സംസാരിക്കും. ഓക്കെ, പിന്നെ ചില തിരുത്തലുകൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്രാമർ പ്ലേസ് ചെയ്യും. പക്ഷേ ബേസിക്കലി നമ്മൾ അതിലേക്ക് പോകാതെ നമ്മൾ സ്പീക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ധാരാളം സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ എന്തിൽ പങ്കെടുത്താലും അത് നമുക്ക് എത്രമാത്രം പ്രയോജനകരമായി മാറുന്നു എന്നിടത്താണ് പ്രധാനം. അതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കപ്പെടുന്നു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിയർ, സോ ദിസ് സെന്റൻസ്, ഷി ഹാസ് ടു ഫിനിഷ്, അവൾ ഇത് പൂർത്തീകരിക്കണം, അവൾ ഇത് പൂർത്തീകരിക്കണം എന്ന വാചകം ഒരു ഷുവർട്ടിയാണ് എക്സ്പ്രസിംഗ്. ഗോട്ട് ഇറ്റ്? Yes, in this session, so we have dealt with an important areas related to day-to-day life, so surety and duty. So in the next session, so we will be dealing with another area, so related to our spoken English. So very important. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കാനുള്ള മറ്റൊരു മെത്തേഡുമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ മീറ്റ് ചെയ്യും. ഓക്കെ, സോ till then, have a nice day for you. Plan and speak well.